പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ടാങ്കർ ഇറാൻ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നു. US ഉപരോധത്തിൽ നിന്ന് സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ തങ്ങളുടെ എണ്ണ സംഭരിക്കാൻ വേറെ വഴിയില്ലാതെയാണ് ഇറാൻ പുത്തൻ നീക്കം നടത്തുന്നത്. എണ്ണയുടെ 90% കൈകാര്യം ചെയ്യുന്ന ടെർമിനലായ കാർഗദ്വീപ് പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുന്നതോടെ വർഷങ്ങളായി ഉപയോഗിക്കാതെ ശൂന്യമായി കിടന്നിരുന്ന 30 വർഷം പഴക്കമുള്ള ഒരു ടാങ്കർ പുനരുജ്ജീവിപ്പിക്കാൻ ടെഹ്റാൻ നിർബന്ധിതരായി എന്നതാണ് യാഥാർത്ഥ്യം. കോമിന്റെ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം നാഷ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പൽ നിലവിൽ കാർഗദ്വീപിലേക്ക് ഫ്ലോട്ടിംഗ് സ്റ്റോറേജായി പ്രവർത്തിക്കാനുള്ള യാത്രയിലാണ്. ഇറാന്റെ നിലവിലെ മൊത്തം എണ്ണ ഒഴുക്ക് നിരക്ക് പ്രതിദിനം ഏകദേശം 1 ദശലക്ഷം ബാരലാണെങ്കിൽ കാർഗിലെ ശേഷിക്കുന്ന സ്പെയർ ശേഷി 12 മുതൽ 13 ദിവസങ്ങൾക്കുള്ളിൽ നിറയുമെന്ന് വിശകലന വിദഗ്ധർ ഗൾഫ് ന്യൂസിനോട് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ എളുപ്പമുള്ള പരിഹാരമില്ലാത്ത ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇറാൻ നേരിടേണ്ടി വരാൻ പോകുന്നത്. സംഭരിക്കാൻ കഴിയാത്ത എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത എണ്ണയ്ക്ക് ടെഹ്റാന് പ്രവർത്തനക്ഷമമായി തുടരാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കാനും കഴിയില്ല. നാഷ എന്ന ഭീമൻ ടാങ്കർ വീണ്ടും കടലിലിറങ്ങുമ്പോൾ അത് വെറുമൊരു കപ്പൽ യാത്രയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഇറാന്റെ നിലനിൽപ്പിനായുള്ള അവസാനവട്ട പോരാട്ടമാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധത്തിൽ ശ്വാസം മുട്ടുന്ന ഇറാൻ തങ്ങളുടെ എണ്ണ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ഗോസ്റ്റ് ഷിപ്പ് അഥവാ പ്രേതക്കപ്പലിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു എക്കണോമിക്സ് വൈസാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി US സേനയുടെ ഇടപെടൽ അത്യന്തം കർക്കശമാണ്. സിംഗപ്പൂരിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാക വഹിച്ച ഒരു ടാങ്കറിനെ അമേരിക്കൻ സേന ഈ ആഴ്ച തടഞ്ഞു. ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക എന്നിവയ്ക്ക് സമീപമുള്ള കടൽ മേഖലകളിൽ വെച്ച് 3 ഇറാനിയൻ കപ്പലുകളെയാണ് US ഷിപ്പിംഗ് സുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തത്. ഇതോടെ ഇറാനിൽ നിന്ന് എണ്ണയുമായി പുറപ്പെടുന്ന ഓരോ കപ്പലും രാജ്യാന്തര വിപണിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പിടിക്കപ്പെടുമെന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന USS ജോർജ് W. ബുഷ് ദിവസങ്ങൾക്ക് മുൻപേ ഈ മേഖലയിലെത്തി. 1000 അടിയിലധികം നീളമുള്ള 80-ലധികം വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ഈ ഭീമൻ വിമാനവാഹിനി കപ്പലെത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിമാനവാഹിനികളുടെ എണ്ണം 3 ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ചർച്ചകൾക്കുള്ള വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നു. പക്ഷേ സമയം ഇറാന്റെ ഭാഗത്തല്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രസ്താവിച്ചത് ഗൗരവമേറിയ സാഹചര്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി തങ്ങളുടെ സമുദ്രപരിധിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാൻ ഇറാനും ശ്രമിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. എങ്കിലും ഇറാന്റെ ഈ നീക്കങ്ങൾ അവർ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത എണ്ണ വലിയ കപ്പലുകളിൽ നിറച്ച് കടലിൽ നിർത്തുക എന്നത് വലിയ ചെലവേറിയതും താൽക്കാലികവുമായ ഒരു സംവിധാനം മാത്രമാണ്. അതിനിടെ US-മായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അടങ്ങിയ ലിസ്റ്റ് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന് സമർപ്പിച്ച ഇറാൻ ഇന്നലെ ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം നേതാക്കളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നതടക്കമുള്ള US-ന്റെ അതിരുകടന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ച അരാഗ്ചി US സംഘവുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായില്ല. സന്ദർശനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്നലെ ഒമാനിലേക്ക് തിരിച്ചു. പിന്നാലെ ഇന്ന് പാകിസ്ഥാനിൽ എത്തേണ്ടിയിരുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും യാത്ര റദ്ദാക്കി. ഇതോടെ US-ഉം ഇറാനും തമ്മിലെ 2ാം റൗണ്ട് സമാധാന ചർച്ച അനിശ്ചിതത്വത്തിലായി. അരാഗ്ചിയെ US സംഘവുമായി മുഖാമുഖം ചർച്ചയ്ക്കെത്തിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായാൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ടെത്തി ഏകോപിപ്പിക്കുമെന്ന് പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. അരാഗ്ചിയെ വരും ദിവസങ്ങളിൽ വീണ്ടും പാകിസ്ഥാനിൽ എത്തിക്കാൻ ശ്രമവുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.